അയ്യോ എന്റെ ഗുരുവായൂരപ്പ. കാലിനടി മുഴുവൻ ആണിയായതുകൊണ്ട് മനുഷ്യൻ നടക്കാൻ വയ്യ. അപ്പൊ പിന്നെ കാല് വെക്കുന്നിടത്തും ആണിയായാലോ? എന്ത് പറ്റി കുറുപ്പേട്ടാ? എന്താ? കുന്തം വന്ന കാലേ കയറിയതാ. താമൊന്ന് എടുത്തരുവോ? കാലത്ത് തന്നെ അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. ആണിക്കുറുപ്പിന്റെ കാലം മുള്ളുകൊണ്ടെന്നാ തോന്നുന്നേ. ആണിക്കുറുപ്പത്തിന്റെ അച്ഛൻ വിട്ടോ, കുറുപ്പടഞ്ഞാലേ കൊമ്പനടഞ്ഞ പോലെയാ. അലവലാദികള്. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ തന്നെ കിടക്കട്ടെ. എന്റെ കാലം മാത്രം കയറിയാ പോരല്ലോ. ഓ ഭഗവാനെ, എന്റെ വഴി മുടക്കിയല്ലോ. എന്താ കുറുപ്പേട്ടാ? അതകം നീ തിരിച്ചു നടക്ക്, അല്ലെങ്കിൽ എന്റെ ബസ് പോകും. കുറുപ്പേട്ടൻ എന്താ ഈ പറയുന്നത്? തലയിൽ ഇത്രയും ഭാരം വെച്ച് ഞാൻ തിരിച്ചു നടക്കാനോ? ഓ എന്റെ ബസ് ഒന്ന് ഒതുങ്ങിയെങ്കിലും നിക്കണേ. പറ്റുമെങ്കിൽ പോ. പോകാൻ പറ്റുന്നില്ലേ കുറുപ്പേട്ടാ? തലേ കലമാണ്. എന്താ മുമ്പിലും പുറകിലും ഉരുളിയല്ലേ കമത്തി വെച്ചിരിക്കുന്നത്? അതെന്റെ കുറ്റമാണോ? ആണിക്കുറുപ്പ് കനകത്തിന്റെ കടമ്പയെ കടന്നു വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ട്രിപ്പിന്റെ സമയമാവും. വണ്ടി പോട്ടെ. നിർത്തണോ? ഞാനും വരുന്നു. ഓ പോയി. ഈ ഉരുപ്പടിയെ കെട്ടിയെടുക്കാൻ കേട്ടൊരു നേരം. നിനക്ക് മാത്രമായി പഞ്ചായത്തിൽ റോഡ് പണിയാൻ ഞാൻ ഓമനക്കുട്ടനോട് പറയുന്നുണ്ട്. ബാങ്കിന്റെ കുടിശ്ശിക പിരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഓമനക്കുട്ടിനെ പേടിച്ചാ ഞാൻ പോക്കറങ്ങാടിക്ക് പോകാതെ ഈ വഴി വന്നത്. ആ യജ്ഞം ഇന്നത്തോടെ തീരും. നിന്ന് ശൃംഗരിക്കാതെ ഞാൻ ഏത് വഴി പോകണമെന്ന് പറയടേ. കുറുപ്പേട്ട് മനസ്സ് വെച്ചാ ഏത് വഴി വേണേലും പോകാം. എന്നാ ഞാൻ ഈ വഴി തന്നെ അങ്ങ് പൊക്കോളാം. പക്ഷെ നീ ഒന്ന് മനസ്സ് വെക്കണം. എന്റെ കല ഉടയ്ക്കാതെ പോണേ. ഞാൻ ഏറ്റു. ബസ് പോയെങ്കിൽ എന്താ? ഓ കുളിര് കോരിയിടുന്നു. വിവാദം ഒരു ചായ പിടിക്ക്. ഇങ്ങടെ നിഴല് കണ്ടപ്പോ തന്നെ നമ്മളൊരു ബിത്തൗട്ട് അടിച്ചു. തിന്നാൻ വല്ലതും വേണ്ട. ഇത് തന്നെ പോക്കറങ്ങാടിക്ക് വരുമ്പോ ഒരു ശീലായിപ്പോയി. അതാ. അല്ല, ഇന്ന് പാടത്ത് പണിയൊന്നുമില്ലേ കുമാരേട്ടാ? പണിയെടുക്കാൻ മനസ്സുള്ളവൻ എന്നാടോ പണിയില്ലാത്തത്? ഞാൻ ബാങ്കിന്റെ ജനറൽ ബോഡിക്ക് വന്നതാ. ഉമാ ഒരു ചായ. ഈ കുടിശ്ശിക സമാഹരണ വാരം ഇന്നത്തോടെ തീരെയല്ലയോ? വല്ലവരും വല്ലതും തിരിച്ചടച്ചോ കുമാരേട്ടാ? നമ്മുടെ നാട്ടുകാരല്ലേ, ഒരാൾ ഒരു പൈസ പോലും തിരിച്ചടച്ചില്ലെന്നാ ഞാൻ അറിഞ്ഞ. എങ്കിൽ ഇന്നൊരടി ഉറപ്പാ. ഓ നശിപ്പിച്ചു. അടിച്ചെന്ന് വിചാരിച്ചതാ, അപ്പോഴത്തേക്കും കണ്ണുവെച്ചു. വേറെ ഒരു നമ്പറിനല്ലേ 1000 പോയത്. താണ്ട പിള്ളച്ച നമസ്കാരം പ്രസിഡന്റ്. നമസ്കാരം നമസ്കാരം. എല്ലാരും എത്തിയോ? വനിതാ മെമ്പർ മാത്രം എത്തിയിട്ടില്ല. സെക്രട്ടറി ആ ചായക്കടയിലുണ്ട്, വിളിക്കട്ടെ? അതുകൊണ്ട് എന്താണോ ലാഭം? സോഷ്യലിസ്റ്റ് കുമാരൻ വന്ന് സെക്രട്ടറിയുടെ കസേരയിൽ ഇരുന്നില്ലെങ്കിലും ഇന്നത്തെ ജനറൽ ബോഡിയിൽ പ്രസിഡന്റായ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും. അതുകൊണ്ട് ബാങ്കിന് ലാഭം ഉണ്ടാവുകയും ചെയ്യും. അയാൾ വരുന്നെങ്കിൽ വരട്ടെ, നിങ്ങൾ വാ. ശരി ശരി. നാണപ്പം പറഞ്ഞ പോലെ നാടി വല്ലതും നടക്കോ മൂപ്പരെ? എവിടെ നടക്കാൻ? ശുംഭൻ. മെമ്പർക്ക് ഇന്ന് മഞ്ഞക്കൊട. ഈശ്വര, ഇന്ന് എന്നെ ആണി അടിച്ചു തന്നെ. ഇതിന് വല്ല മോട്ടറും ഫിറ്റ് ചെയ്തില്ല നീ കൊള്ളായിരുന്നു. അല്ല, മുതലാളി ഇതുവരെ എത്തിയില്ലേ? ഈ ബസ്സിൽ ഉണ്ടാവുന്ന കരുതിയാ ഞാൻ ഇത്ര പറഞ്ഞു വന്നത്. അടുത്ത ബസ്സിന്റെ ടൈമിൽ വന്നാൽ മതിയായിരുന്നു. 1.5 മണിക്കൂർ ഉറക്കം. നിനക്കെന്താ നഷ്ടം? ഇവിടെ നിന്നാലും നിന്റെ ജോലി നടക്കുമല്ലോ. എന്ത് വായിലെ നോട്ടം? സോഷ്യലിസ്റ്റ് കുമാരൻ ഇങ്ങനൊരു സന്താനം വന്ന് പിറന്നല്ലോ. കളക്ഷൻസ് കുറവാണല്ലോ. പോരാ. ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ? പുഷ്പത്തിനും പൂക്കൾക്കും. എന്നും എന്തിനാ ഇത് തന്നെ ചോദിക്കുന്നേ? വേറൊന്നും ചോദിക്കാനില്ലേ? വേറൊന്നും ചോദിച്ചിട്ടും കാര്യമില്ല. ഒന്നുമില്ല. കേട്ടിട്ടാ? ബൈ. ഹലോ, ഗുഡ് മോർണിംഗ്. എത്തിയോ? സ്വർണത്തിന് ഇന്നും 300 രൂപ കൂടിയിട്ടുണ്ടെന്ന് പത്രത്തിലുണ്ടല്ലോ ദാസേട്ടാ. നിങ്ങളുടെയൊക്കെ ടൈം. അതെ അതെ, എന്റെ വീട്ടിൽ നിന്നാണല്ലോ സ്വർണം കുഴിച്ചെടുക്കുന്നത്. തന്നെ ഞാൻ അറിഞ്ഞില്ലേട്ടാ. പോടാ ഇറക്കാം. സ്വർണത്തിന് എന്ന് വില കൂടിയോ അന്ന് പോലെ തട്ടാന്മാര് പുറത്താ. സ്വർണത്തിന്റെ പുറത്തോ? അല്ല, കട്ടപ്പുറത്ത്. കുടിശ്ശിക സമാഹരണ യജ്ഞവാരത്തിന്റെ അവസാന ദിവസമായ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തി ഓരോരുത്തരും ബാധ്യത തീർത്ത് ബാങ്കിനെ സഹായിക്കുക. ഞാനിവിടെ അറിയിക്കോളാം. ഒന്ന് നിർത്തേ, കുറുപ്പേട്ടൊന്ന് ഇറങ്ങട്ടെ. ദാസേട്ടാ, മുതലാളി ബാങ്കിന്റെ വണ്ടിയില്. ശരിയാണല്ലോ, കുറുപ്പേട്ടന് ബാങ്കിന്റെ ആളായോ? മജിസ്ട്രേറ്റിനെ പോലെ നോക്കി നിൽക്കാതെ വേഗം താക്കോൽ മേടിച്ച് കട തുറക്കടാ. മണി 9. അല്ല, ഞാൻ ഈ സൈക്കിളും കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ടോ? നല്ലല്ലേ? താങ്ക്സ്.
കുറുപ്പേട്ടോ എന്താണ് പൊന്നമ്പടി? അല്ല, കുടിശ്ശിക സമാഹരണം പൊളിക്കാൻ നടക്കുന്ന കുറുപ്പേട്ടൻ എന്താ ബാങ്കിന്റെ വണ്ടിയില്? അത് പൊളിഞ്ഞടാ. അവനിനി ഒരു ദരിദ്രവാസിക്കും ലോൺ കൊടുക്കുകയില്ല. നീ നോക്കിക്കോ, ഇന്ന് നാട്ടുകാർ പണ്ടത്തെ പോലെ മൊട്ടുകമ്മൽ മുതൽ മൂക്കുത്ത് വരെ പണയം വെക്കാൻ ഈ കുറുപ്പിന്റെ അടുത്ത് വരുന്ന കാലമെടുത്തു. എന്ന് വെച്ചാ കുറുപ്പേട്ടന്റെ പണയ പൊന്നു വീണ്ടും കുറച്ച് നോക്കാനുള്ള ഭാഗ്യം പൊന്നും പൊടിക്ക് വരാൻ പോകുന്നു സാരം. ഇന്നത്തെ ജനറൽ ബോഡി ഒന്ന് കഴിയട്ടെ. ഓമനക്കുട്ടൻ മൂക്കിട്ട് ക്ഷാ മുതൽ റാ വരെ വരയ്ക്കുന്നത് നമുക്ക് കാണാം. കുടിശ്ശിക സമാഹരണ യജ്ഞം വാര. എന്നിട്ട് എന്തോന്ന് വാരി? ബോർഡ് എഴുതിയതിന്റെ മൈക്ക് വാടക എടുത്തതിന്റെ കാശ് കൂടി പോയെന്നല്ലാതെ ഏതെങ്കിലും ഒരു പട്ടി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? സ്ഥാപക മെമ്പർ, അഭ്യുദയകാംക്ഷി, മാങ്ങാത്തൊലി, തേങ്ങാക്കൊല എന്നൊക്കെ ഏത് കിഴങ്ങനും അവകാശപ്പെടാൻ പറ്റും. പക്ഷേ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത 30 ലക്ഷം രൂപയായി ബാങ്കിന്റെ മൂലധനം. അതിന്റെ മുകളിൽ നിന്ന് ഉണ്ടാക്കിയതായി കാണുന്നതല്ല. അതൊക്കെ ഒരു മാനേജറുടെ പിടിപ്പുകേട് കൊണ്ട് നാശകൂശമാവാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകൻ ബാങ്കിനെ നശിപ്പിക്കുന്നുവെന്ന് പ്രസിഡന്റ് മാത്രമേ പറയൂ. നിങ്ങളുടെ മകനെന്നോ എന്റെ മരുമകനെന്നോ ഇക്കാര്യത്തിൽ നോക്കാൻ പറ്റില്ല സെക്രട്ടറി. ബാങ്കിന്റെ നിലനിൽപ്പാണ് പ്രധാനം. അതിന്റെ മാനേജർക്ക് വാർഷികത്തിന് നാടകം കളിക്കാനുള്ള താല്പര്യം മാത്രം പോരാ. ഒന്നുകിൽ ബാങ്ക് അല്ലെങ്കിൽ നാടകം. ഓമനക്കുട്ടൻ നാടകം വിടുമെന്ന് തോന്നുന്നില്ല. അതവന്റെ രക്തത്തിലുള്ളതാ. എങ്കിൽ പിന്നെ മാനേജർ അങ്ങ് മാറ്റിയേക്കാം. അതിന് നല്ലത് രക്തം മാറ്റുന്നതാ അല്ലേ മുതലാളി? അങ്ങനെ ഇപ്പൊ എന്റെ മരുമകനെ വെറും ഒരു നാടകം കളിക്കാരെ മാത്രമാക്കി കളയാൻ ആരും വിചാരിക്കണ്ട. ജാമ്യമില്ലാതെ ലോൺ കൊടുത്ത മാനേജരെ തന്നെ അത് പിരിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കണം. അതോടെ വീഴുവാന്റെ കർട്ടൻ. അതിലും നല്ലത് ജപ്തി നടപടി തുടങ്ങുന്നതല്ലേ പ്രസിഡന്റ്? എന്താ ഇലക്ഷൻ വരാൻ നേരത്തെ ജപ്തിയോ? അതൊന്നും നടക്കില്ല. വേണ്ട, ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോടും മെമ്പർമാരോടും എനിക്ക് പറയാനുള്ളത്, സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കുറച്ചുകൂടി സമയം നൽകണമെന്നാണ്. കുടിശ്ശിക സമാഹരണ വാരം എന്നുള്ളത് മാസം എന്നെങ്കിലും ആക്കിയാൽ തവണകളായി അവർ പണം തന്നു തീർക്കും. എനിക്ക് ഈ നാട്ടിലെ ഒരു ദാരിദ്ര്യവസ്ഥയും വിശ്വാസമില്ല. അടി പോയ ബക്കറ്റ് വെള്ളം കോരുന്ന പ്രാന്തന്മാരാ. അതിന് ഈ ലാഭം ലംബോധർമ്മളെ കിട്ടില്ല. യോഗം പിരിച്ചുകൊണ്ടിരിക്കുന്നു. നിക്ക് പ്രസിഡന്റ്, മാനേജറും പ്യൂണും കൂടി കുടിശ്ശിക സമാഹരണത്തിന് നേരിട്ട് ഇറങ്ങിയിരിക്കില്ലേ? അവരും കൂടി വന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. പറ്റിയ പാർട്ടികളാ. കുടിശ്ശിക സമാഹരണത്തിന്റെ പേരും പറഞ്ഞ വല്ല നാടകാടിയെ ബുക്ക് ചെയ്യാൻ പോയതായിരിക്കും. ഇത്തവണത്തേക്ക് വിട്ടാലടാ. അത് മാത്രം നടക്കില്ല പപ്പ. ഇന്ന് രണ്ടിലും നിറഞ്ഞിട്ടേ ഞാൻ പിന്മാറും. നീ അതിനെ വിട്ടേക്ക്. അത് എങ്ങോട്ടെങ്കിലും ഓടി പൊക്കോട്ടടാ. നീ പോടാ അവിടുന്ന്. ഈ കയറിന്റെ ബലത്തിലെ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റും. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ പശു നമ്മളെ പരലോകത്ത് എത്തിക്കുവാടാ. എന്താണ് വേണ്ടത്? ചേച്ചിയുടെ കറമ്പി പശുവിനെ ജപ്തി ചെയ്തോണ്ട് പോന്നു. എവിടെ? അമ്പലവയലിന്റെ അവിടെ. എനിക്കതൊന്ന് കാണണല്ലോ. വാ, കണ്ടിട്ട് തന്നെ കാര്യം. അതിന്റെ വരവ് കണ്ടോളാ. അയ്യോ, ഇതെന്നെ കുത്തിയിട്ട് എന്റെ ഓട്ടം നിർത്തും. അയ്യോ അമ്മേ ഭഗവതി ഈശ്വര, ഒരു മരം കിട്ടി. പശു നിൽക്കാനാ പറഞ്ഞത്. ഒരു അനുസരണയില്ലാത്ത പശു. നിക്ക് പശു. ദൈവമേ, ഒരു ആൽമരം. എടി പശു, നിന്നെ തളയ്ക്കാൻ ദൈവം ഒരു വഴികാട്ടി തന്നടി. അതിനിടയിൽ ഒരു കയർ. എന്റെ പുറത്തൂടെ ഈ കയറ് ചുറ്റി. പശുവിനെ പിടിക്കാൻ നീ എങ്ങനെ ഇതിനകത്ത് വന്ന് കയറിയോ? കയറിന്റെ പിടിവിട്ടാ എന്നെ കുത്തും. അപ്പൊ എന്നെ കുത്തിട്ടെന്നാ. നീ കയറിന്റെ തുമ്പൊന്ന് പിടിക്കുവോ? പിടിക്കാം. എന്തിന്? ബാങ്കിൽ ആരുമില്ല, ഞാനൊന്ന് പോയച്ചു വരട്ടെ. നീ പേടിക്കാതെ, പശു നിന്നെ ഒന്നും ചെയ്യില്ല. അതെന്താ? നീ ഒരു കാളയല്ലേ? അല്ല, ആരോട് വെച്ചിട്ട് നിങ്ങൾ എന്റെ കറമ്പി അയച്ചോണ്ട് വന്ന്? മര്യാദയ്ക്ക് എന്റെ പശുവിനെ തിരിച്ചു തരുന്നുണ്ടോ? അതോ മനസ്സില്ലെങ്കിലോ? ഈ പശു ഇപ്പൊ പോക്കറങ്ങാടി സഹകരണ ബാങ്കിന്റെ ജപ്തി മുതലാ. സാർ ഇതിനെ ജപ്തി ചെയ്തോണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. കറുമ്പിയുടെ കറവ് പറ്റിയിട്ട് നാള് കുറയില്ല. കറവ് പറ്റിയെങ്കിലും പശു ചാണായിടുമല്ലോ. ബാങ്കിന് അത് മതി. ചാണകമാരെ സാറും കൂടി ചെന്ന് നോക്ക്. കറവക്കാരൻ കുഞ്ഞിരാമനെ ചാണകക്കുടിയിൽ തള്ളിയിട്ട് കൊന്നവളെ. നിങ്ങൾ രണ്ടുപേരും കൂടി ഈ ചാണകത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പശുവിനെ വാങ്ങി വെള്ളം ചേർത്ത് പാല് വിറ്റ് കാശുണ്ടാക്കിയാൽ മാത്രം പോരാ. ലോൺ തിരിച്ചടക്കാനുള്ള മര്യാദയോടെ കാണിക്കണം മിൽമാഗിരി ചെയ്യുമ്പോഴും. എന്റെ അമ്മ അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ ബാങ്കിന് തരാനുള്ള കാശ് ഞാൻ തരും. നീ എപ്പ തരും, എങ്ങനെ തരും, അതുകൂടെ പറ. അത് ഞാൻ ഇവിടുത്തെ കുട്ടികൾക്ക് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അതിന് കിട്ടുന്ന കാശ് കൂട്ടി വെച്ച് തരും. നടന്നത് തന്നെ. ഈ പട്ടിക്കാട്ടിൽ എത്ര പിള്ളേര് പൈസ കൊടുത്ത് ഡാൻസ് പഠിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നോ? തനിക്ക് നാടകത്തെ അഭിനയിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ വെരി ഗുഡ്. ബാങ്കിന്റെ വാർഷികത്തിന് ഞാൻ എഴുതി സംവിധാനം ചെയ്ത് നായകനായി അഭിനയിക്കുന്ന ചിതലരിച്ച സ്വപ്നം എന്ന നാടകത്തിലെ എന്റെ നായിക വസുന്ധരയാണ്. ഒരയ്യോയും ഇല്ല. സമ്മതിച്ചാൽ ഈ പശുവിനെ ഇപ്പൊ കൊണ്ടുപോവാം. എന്തു പറയുന്നു വസുന്ധരെ?